നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ കാട്ടിയ സാഹസത്തിന് മറുപടി നൽകിയ ഇന്ത്യയുടെ സൈനിക നടപടി, ആ സൈനിക നടപടി അങ്ങേയറ്റത്തെ നാശനഷ്ടമാണ് പാകിസ്ഥാനിൽ വരുത്തിയത്. പാകിസ്ഥാൻ്റെ വ്യോമതാവളങ്ങളടക്കം തകർത്ത് തരിപ്പണമാക്കി. ഇന്ത്യ വിജയത്തോടടുക്കുമ്പോഴാണ് സീസ് ഫയർ അഥവാ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ സൈനിക നടപടിയിൽ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ഒരു വെടിനിർത്തൽ ആ സമയത്ത് പ്രഖ്യാപിച്ചത് എന്ന ചോദ്യം പലരും ഉന്നയിച്ചിരുന്നതാണ്. അതിനിപ്പോൾ കൃത്യമായ മറുപടി നൽകുകയാണ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ. അദ്ദേഹം സിംഗപ്പൂരിലാണ് ഇതിന് വളരെ കൃത്യമായ മറുപടി നൽകിയത്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 20 ദിവസങ്ങൾ കഴിയുമ്പോഴാണ് സേനയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വിശദീകരണം പുറത്തു വരുന്നത്. അതായത് മെയ് മാസം 7-ാം തീയതിയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി പാകിസ്ഥാനുള്ളിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർത്തിരുന്നു. അതിന് മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യൻ സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിന് തിരിച്ചടിയെന്നോണമാണ് ഇന്ത്യ പാകിസ്ഥാൻ്റെ ചില സേനാ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തച്ച് തകർക്കുകയും ചെയ്തത്. അതായത് പാകിസ്ഥാൻ്റെ സ്കർദു, അതുപോലെ തന്നെ ജേക്കോബാബാദ്, സർഗോധ, ബോലാരി തുടങ്ങിയ വ്യോമ കേന്ദ്രങ്ങൾ, വളരെ പ്രധാനപ്പെട്ട വ്യോമ താവളങ്ങൾ അന്ന്, അതായത് പാകിസ്ഥാൻ ഇതിന് തിരിച്ചടിയായി ഇന്ത്യയുടെ വ്യോമ താവളങ്ങളടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ പായിച്ചിരുന്നു. ഈ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ ആ ദിവസങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാന് മേൽ ഇത്തരമൊരു ആക്രമണം നടത്തിയത്. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്ത ശേഷമാണ് പാകിസ്ഥാൻ്റെ വ്യോമ താവളങ്ങളിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുന്നത്. മെയ് 7 മുതൽ ഏതാണ്ട് മെയ് 10 വരെ ഇന്ത്യയുടെ നിയന്ത്രണ രേഖയിൽ, ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ ഉടനീളം പാകിസ്ഥാൻ കനത്ത ഷെല്ലാക്രമണമാണ് നടത്തിയത്. ഈ ഷെല്ലാക്രമണത്തിൽ 15 ഗ്രാമീണരും ഒരു സൈനികനും വീരമൃത്യു വരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ അടുത്ത ആക്രമണം നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചത്. ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിലാണ് നൂർഖാൻ, അതുപോലെ തന്നെ ചക്ലാല വിമാനത്താവളങ്ങൾ, റാവൽപിണ്ടിയിലെ ഈ 2 പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചത്. കനത്ത ആക്രമണമാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇവിടങ്ങളിൽ നടത്തിയത്. ഇതാണ് പാകിസ്ഥാനെ വെടിനിർത്തലിന് വേണ്ടി പ്രേരിപ്പിച്ചത്. പാകിസ്ഥാൻ പിന്നീട് ഇന്ത്യയോട് വെടിനിർത്തൽ യാചിക്കുകയായിരുന്നു. ഇന്ത്യ അതിന് സമ്മതിക്കുകയായിരുന്നു. അതായത് പാകിസ്ഥാന് മേൽ ഇന്ത്യ നടത്താനിരുന്ന സൈനിക നടപടി, ആ സൈനിക നടപടി പൂർണ്ണമായും ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ ലക്ഷ്യം കാണുന്നു. അതിൻ്റെ ആദ്യ ലക്ഷ്യം ആദ്യ ദിവസം 22 മിനിറ്റുകൾ കൊണ്ട് തന്നെ ലക്ഷ്യം കാണുന്നു. അതായത് പാകിസ്ഥാൻ്റെ ഈ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ആസ്ഥാന മന്ദിരങ്ങൾ അടക്കമാണ് തച്ച് തകർത്തത്. ആ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരവാദികൾ, അബ്ദുൾ റൌഫ് അസർ അടക്കമുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ഭീകരർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഇത്രയധികം കാര്യങ്ങൾ സംഭവിച്ചത്. പാകിസ്ഥാൻ ഒടുവിൽ ഇന്ത്യക്ക് അടിയറവ് പറഞ്ഞതിന് സമാനമാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ വിളിച്ച് വെടിനിർത്തലിനെ കുറിച്ച് ആലോചിക്കാം എന്ന് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ആദ്യ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നത്. സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കുന്നതിന് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോഴുള്ളത്. രണ്ടുപേരും ശത്രു രാജ്യങ്ങളെ പോലെയാണ്. രണ്ടുപേരും തമ്മിലൊരു തന്ത്രപരമായ അകലമുണ്ട്. അതായത് സ്വാതന്ത്ര്യാനന്തരം 1947 തന്നെ ഈ 2 രാജ്യങ്ങളും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ സമയത്ത് പാകിസ്ഥാൻ പല മേഖലകളിലും ഇന്ത്യയേക്കാൾ മുന്നിലായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൽ നിന്നും വളരെയധികം വികാസം പ്രാപിച്ചിരിക്കുന്നു ഇന്ത്യ. ഒരു മേഖലയിലും ഇന്ത്യയെ കടത്തിവെട്ടാൻ ഇന്ന് പാകിസ്ഥാനും കഴിയില്ല. ആ സാഹചര്യത്തിലും ഇന്ത്യക്കെതിരെ ഒരു നിഴൽ യുദ്ധം കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരികയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ഈ 2 രാജ്യങ്ങളും തമ്മിൽ സഹവർത്തിത്വത്തിനാവശ്യമായ എല്ലാ നടപടികളും മുമ്പിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാക് പ്രധാനമന്ത്രിയായ നവാസ് ഷെരീഫിനെ ക്ഷണിച്ചിരുന്നു. ആ ക്ഷണത്തിന് ശേഷം പിന്നീട് പല ചർച്ചകൾക്കും ഇന്ത്യ മുൻകൈയെടുത്തിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം ഇന്ത്യയെ ചതിക്കുന്ന ഒരു നിലപാടാണ് പാകിസ്ഥാൻ കൈക്കൊണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാകിസ്ഥാനുമായി ഒരു ചർച്ചയും വേണ്ട എന്ന രീതിയിൽ തന്ത്രപരമായ ഒരു അകലം പാലിക്കുന്നത്. ആ അകലം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ വെടിനിർത്തലിന് ശേഷവും ഇന്ത്യയുടെ സേനാ വിഭാഗങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ഏത് രീതിയിലായാലും പാകിസ്ഥാൻ ഈ വെടിനിർത്തൽ ലംഘിക്കുകയോ ഭീകരാക്രമണം ഇന്ത്യയിൽ നടക്കുകയോ ചെയ്താൽ തീർച്ചയായും
കനത്ത തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് പറയുന്നത്. താൽക്കാലികമായ വെടിനിർത്തൽ ഇന്ത്യയുടെ തന്ത്രപരമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്നും അനിൽ ചൗഹാൻ വിശദീകരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.